എല്ലാവർക്കും ബീഫ് വരട്ടുമ്പോൾ ഭയങ്കര മടിയാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഈസി ആയിട്ട് നല്ല സൂപ്പറായിട്ട് കിടിലമായിട്ടുള്ള ഒരു ബീഫ് വരട്ടുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ചാനലായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഇതൊരു 1.5 കിലോളം വരുന്ന ബീഫ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള അതിനകത്തുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഞാൻ സ്പൂണ് കണക്കിനല്ല, എൻ്റെ ഒരു സാധാരണ അളവ് വെച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ഏകദേശം നമ്മുടെ ഒരു ചെറിയ സ്പൂണിൻ്റെ 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. അതും ഒരു 1/2 സ്പൂണോളം ചേർക്കുന്നുള്ളൂ. പിന്നെ അടുത്തത് മുളക് പൊടിയാണ്. അത് നമ്മുടെ നിറവും എരി അനുസരിച്ചാണ് മുളക് പൊടി ചേർക്കുന്നത്. ഇപ്പോൾ തൽക്കാലം ഞാൻ 1 സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. കാശ്മീരി മുളകാണ്ട് നല്ല നിറമായിരിക്കും. പിന്നെ നമുക്ക് ഉള്ളിലൊക്കെ വഴറ്റണമല്ലോ. പിന്നെ പിന്നെ ചേർക്കുന്ന കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി നമ്മുടെ എരിയും ഇഷ്ടവും അനുസരിച്ചാണ് ചേർക്കുന്നത്. അപ്പം കുരുമുളക് ഇട്ട് കൊടുക്കുകയാണ്. കുരുമുളക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ചു സ്പൂൺ ചേർത്താൽ മതി. അപ്പം നമ്മൾ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അടുത്തത് കറി മസാല പൊടിയാണ്. കറി മസാല പൊടി മണവും ഒരു ചെറിയ സ്പൂൺ ഇപ്പോൾ ചേർക്കാം. അടുത്തത് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ അടുത്തത് ഇഞ്ചിയാണ്. പിന്നെ കരിയാപ്പല, കരിയാപ്പല ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ല ടേസ്റ്റിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ. നമ്മൾ ഈ അരപ്പ് കുറച്ച് നേരം പിടിക്കണമല്ലോ. നമ്മൾ പക്ഷേ ആദ്യം തന്നെ ഇടേണ്ട ഒരു സാധനം ഉണ്ടായിരുന്നു, പക്ഷേ ഇടാൻ മറന്നുപോയി. അത് ഉപ്പാണ്. ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പും നമ്മൾ ആദ്യം കുറച്ച് ഇട്ട് അളവ് നോക്കിയിട്ട് പിന്നീട് നമ്മൾ ഇത് വേവിച്ച് കഴിയുമ്പം ഒന്ന് നോക്കുമല്ലോ. ആ സമയത്ത് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മൾ നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ഇത് ഇളക്കി വെച്ചേക്കുന്ന ഈ ഒരു ബീഫിനെ നമുക്കിനി കുറച്ചൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാരണം മസാലയും ആ ഒരു എണ്ണയൊക്കെ നല്ല രീതിയിൽ അതിനകത്തൊക്കെ ഒന്ന് ഇറങ്ങി ഇച്ചിരി നല്ലോണം ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ റെസ്റ്റിംഗ് ടൈം 5 മിനിറ്റിന് ശേഷം നമ്മൾ കുക്കറിനകത്താക്കിയിട്ടുണ്ട്. പിന്നെ കുക്കറിനകത്താക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ്സോളം വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതങ്ങ് എന്നുവെച്ചാൽ നമ്മൾ അഥവാ വേകുമ്പോഴത്തേക്ക് ഇറച്ചിക്ക് വെള്ളം കുറവാണെങ്കിൽ കരിയരുതല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിനകത്തേക്ക് നമുക്ക് 2 3 പച്ചമുളക് കൂടെ കീറിയിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് വീണ്ടും ഇത്തിരി കരിയാപ്പില ഇട്ടിട്ടുണ്ട് ഇച്ചിരി മണത്തിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ തീ കത്തിച്ച് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേവട്ടെ അല്ലേ. പിന്നെ നമ്മൾ അടുപ്പിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തേക്ക് ഇടാനുള്ള വരട്ടാനുള്ള ഉള്ളിയാണ് നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു 1.5 കിലോ ബീഫിന് നമ്മളൊരു 4 സവാള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുതായിട്ടുള്ള ഒരു നോർമൽ സൈസായിട്ടുള്ളതായിട്ട് എടുക്കുന്നത്. ഏകദേശം ഇതിൻ്റെയൊക്കെ പോലത്തെ ഒരു 4 എണ്ണം. നമുക്കിനി ഇതിനെ നോർമലി നേരത്തെ ആയിരുന്നു കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 6 പച്ചമുളക് ഇടാം. പിന്നെ വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം വേവിക്കാൻ വെച്ചതിൽ കുറച്ച് വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കഷ്ണം ഇഞ്ചി ഇതേപോലെ അരിഞ്ഞ് നമുക്ക് മിക്സിയിലോട്ട് ഇടാം. നമുക്കിനി ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാവേ. ഒരുപാട് അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിങ്ങെടുക്കാം. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പൊടിക്കാവേ.
ആവശ്യത്തിന് ചതഞ്ഞിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം. അപ്പം ഇനി നമുക്ക് കുറച്ച് കൊച്ചുള്ളി ചതയ്ക്കുന്നതെങ്കിൽ ചതയ്ക്കാം, അതല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞാലും മതി. കാര്യം വെച്ചാൽ എണ്ണയ്ക്കകത്ത് ഇടുമ്പോഴത്തേക്ക് അതങ്ങ് നല്ല വാടി കുഴഞ്ഞു പോകും. അപ്പോൾ പിന്നെ ചതയ്ക്കുന്നതിനേക്കാളും കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിടുന്നതായിരിക്കും കുറച്ച് നല്ലത്. ഇനി നമ്മളിവിടെ കൊച്ചുള്ളി എന്നാണ് പറയാറ്. വേറെ ഒരുപാട് പേരുകളൊക്കെ വേറെ ഉണ്ട് കേട്ടോ, ചുവന്നുള്ളി എന്നൊക്കെ പറയുന്നവരുണ്ട്. നിങ്ങളവിടെ എന്താണ് ഇതിന് പറയുന്നത്? എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. 4 വിസിൽ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുക്കർ ഓഫ് ചെയ്യാം. അങ്ങനെ 4 വിസിൽ കേട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളിനി തക്കാളി ചെറുതായിട്ടൊന്ന് തക്കാളി പുളി തോനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു വലിയ തക്കാളി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2 ചെറിയ തക്കാളിയും യൂസ് ചെയ്യാം. ഇവിടെ പിന്നെ പുളി കുറച്ച് മതി, അതുകൊണ്ട് ചെറിയൊരു തക്കാളിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇതേപോലെ നേരത്തെ തന്നെ നമ്മളെ സവാള ഉള്ളിലൊക്കെ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. കാര്യം വെച്ചാൽ പെട്ടെന്ന് വഴളാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ കട്ട് പൊടിച്ചെടുക്കുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ ഇച്ചിരി പാടായിരിക്കും. ഒരു സാധനം റെഡിയാക്കണ്ടെങ്കിൽ ചില അത് ഇത് കാണിക്കട്ടെ ആദ്യം. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള മസാലക്കൂട്ടുകളെല്ലാം ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പെരുംജീരകം, കുരുമുളക്, പട്ട, ചില്ലി ഫ്ലേക്സ്, ക്ലോവ്, ഉലുവ, ഏലയ്ക്ക, കസ്തൂരി മേത്തി, ഇത് ഇത്രയാണ് നമ്മൾ ആദ്യം എണ്ണയിലേക്ക് ഇടാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുള്ള സാധനങ്ങളെ. ഇവിടെ നമ്മൾ കൊച്ചുള്ളി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും ചതച്ചത്, പിന്നെ നമ്മളെ കൊച്ചുള്ളി, പിന്നെ ഇത് നമ്മളെ വറ്റൽമുളക്, കറിവേപ്പില, തക്കാളി. അപ്പോൾ നമ്മൾ ഇച്ചിരി 1.5 കിലോളം മീറ്റ് ഉണ്ടായതുകൊണ്ട് ഇച്ചിരി വലിയ പാനായിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുള്ളെങ്കിൽ ചെറിയ പാൻ എടുക്കാം. കുറച്ച് നല്ലോണമൊക്കെ ഇളക്കി മിക്സ് ചെയ്യാൻ പറ്റിയൊരു അത്യാവശ്യം വലുതാണെങ്കിൽ നല്ലോണം ഇളക്കാനും ഇച്ചിരി സ്ഥലമൊക്കെ കാണും കേട്ടോ. അപ്പം ഇതൊന്ന് ചൂടായി വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ പാൻ നല്ലോണം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നല്ലോണം ചൂടായതിന് ശേഷം മാത്രം നമുക്ക് എണ്ണ ഒഴിക്കാവൂ, അല്ലെങ്കിൽ വഴലിന് വരാനൊക്കെ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. ആവശ്യത്തിനുള്ള എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. വേണ്ട, പാൻ ചൂടായതുകൊണ്ട് തന്നെ വേഗം എണ്ണ ഇതേപോലെ ചൂടായി വരും. നമുക്കിതിലേക്ക് ആദ്യം തന്നെ അതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കടുക്, കാര്യം നമ്മൾ എല്ലാ കറിയിലും കടുക് ചേർക്കുമല്ലോ, അതിൻ്റെ ആ ഒരു ടേസ്റ്റിനും കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് പൊട്ടുമ്പോഴത്തേക്ക് ബാക്കി ചേർക്കാം. എല്ലാം ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന എല്ലാം കരിഞ്ഞു പോകുമല്ലോ. ഇനി നമുക്കിതിലേക്ക് ഏലയ്ക്ക, നേരത്തെ പറഞ്ഞ ക്ലോവിൻ്റെ മലയാളം എന്താണെന്ന് എനിക്കറിയാത്തതുകൊണ്ടാണ്, പട്ട, കുരുമുളക്, പെരുംജീരകം, കസ്തൂരി മേത്തിയും ചില്ലി ഫ്ലേക്സ് നമുക്ക് പിന്നെ ഇടാനുള്ളതാണേ. അപ്പോൾ ഇതെല്ലാം മൂത്തിട്ട് നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കൂട്ടി വെക്കാം. കൂട്ടി വെച്ചിട്ട് ഇതിനകത്തേക്ക് ആദ്യം കരിയാപ്പില, ഫ്ലെയിം കൂട്ടിയിട്ട് കരിയാപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഇനി എടുത്ത വറ്റൽമുളക്, പിന്നെ നമ്മൾ കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ നല്ലൊരു നമ്മൾ ഈ കറിക്കൂട്ടുകളൊക്കെ ചേർക്കുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ, ആ ഒരു നാടൻ മണം അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മൂത്ത് ഒരു ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് പോലെ വരുന്നുണ്ട്. നല്ലോണം മൂക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, മുളകും ഒക്കെ അരച്ച് വെച്ച ക്രഷ് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചമണം എല്ലാം ഏകദേശം ഉള്ളിയുടെയും ഒക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതും കൂടി ഇട്ട് ഇതിൻ്റെ കൂടെ പച്ചമണം ഒന്ന് മാറട്ടെ അല്ലേ. അപ്പം ഇത് നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തെല്ലാം നല്ലോണം ഒന്ന് മൂത്ത് വരുന്നുണ്ട്.
ഇപ്പോൾ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ എല്ലാം പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. പച്ചമണം നന്നായിട്ട് മാറിയാലേ നമുക്ക് ഇറച്ചിയൊക്കെ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ആ സ്മെല്ല് നന്നായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ആ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് അറിയാമല്ലോ, നമുക്ക് കറിക്കൂട്ടിലൊക്കെ ചേർക്കുമ്പോഴൊരു സ്പെഷ്യലായിട്ടുള്ളൊരു മണം അടിക്കും. അപ്പം ആ ഒരു മണം വന്നു തുടങ്ങി. വളരെ നാടൻ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് അത്രത്തോളം ഉണ്ടാവും. അപ്പം കുറച്ചും കൂടി എണ്ണ നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാര്യം ആദ്യം ഒഴിച്ച എണ്ണ അങ്ങോട്ട് അത് പോരാതെ വന്നിട്ടുണ്ട്. അപ്പോൾ സവാളയും കൂടി ഇടുമ്പോഴത്തേക്ക് വഴളാൻ പാടായിരിക്കും. എണ്ണയുടെ അളവ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ലേ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ചേർക്കുന്ന ചിലർക്ക് എണ്ണ തോനെ ഉള്ളതായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ച് എണ്ണ മതി. പിന്നെ നമ്മൾ ഇത് വാടുന്നതനുസരിച്ച് നമുക്ക് എണ്ണ യൂസ് ചെയ്യാനും പറ്റും, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഇതിൻ്റെ ഉള്ളി നമുക്കിപ്പോൾ സവാള ഉള്ളി നമ്മൾ സ്ലൈസ് ആക്കി വെച്ചത് ഇടാൻ പോവുകയാണ്. അപ്പം അതിൽ നിന്ന് വവന്ന് വെക്കുവാണെങ്കിൽ കുറച്ച് എണ്ണ പെട്ടെന്ന് സവാള ഉള്ളിയിലേക്ക് പിടിക്കും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ സ്ലൈസ് വെച്ചേക്കാൻ സവാള ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സവാള ഉള്ളി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൈ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒരു കുറച്ചും കൂടെ ഒന്ന് ലോലായി വരും കേട്ടോ. ഉള്ളിയിട്ടെടുക്കുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് ജസ്റ്റ് അടച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് നാവി കയറുമ്പോഴത്തേക്ക് വാടാൻ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവിയൊക്കെ കയറിയിട്ട് കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ക്യാമറയിൽ എത്രമാത്രം ക്ലിയർ ആണെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും ആവിയൊക്കെ കയറുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ സവാള ഉള്ളി എത്രത്തോളം ഇതാവും. ഇനി എല്ലാ മസാലക്കൂട്ടുകളും കൂടെ നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ല, കുറച്ച് സമയം കൂടി നന്നായിട്ട് വഴളണം, എന്നാലേ ആ മസാലക്കൂട്ട് ഇടുമ്പോൾ ടേസ്റ്റ് വരുത്തുള്ളൂ. നല്ല ഗോൾഡൻ ഷെയ്ഡിലേക്ക് നമ്മുടെ സവാള മാറണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മളിതിങ്ങനെ വഴട്ടിയെടുക്കുന്നത്. അതുകൊണ്ട് ഇത്രയും ഫ്ലെയിം മതി. നേരത്തെ ഹൈ ഫ്ലെയിമിലായിരുന്നു, ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വഴട്ടിയെടുക്കാം. അതുകൊണ്ട് നമുക്കൊന്ന് കുറച്ച് ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് കൊടുക്കാം. ഈ ഇടയ്ക്കൊന്ന് ഇളക്കണം കേട്ടോ. നല്ല ആവി വരുന്നുണ്ട് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ആവി വരുന്നുണ്ട്. ഒരുപാട് അടുത്തേക്ക് പിടിക്കാൻ പറ്റില്ല, കാര്യം നമ്മുടെ ക്യാമറയ്ക്കകത്ത് പുക അടിക്കും. മിക്സ് അല്ലേ. ഇനി നല്ല ആവി വന്നിട്ട് നന്നായിട്ട് വഴണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ കൂടെ തക്കാളി കൂടെ വഴണ്ടിടട്ടെ. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയ തക്കാളി നേരത്തെ പറഞ്ഞാൽ ചെറിയ തക്കാളിയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. പുളി ചെറുതായിട്ട് മതിയുണ്ട്. നിങ്ങൾക്ക് പുളി എത്ര വേണോ അതനുസരിച്ചിട്ട് ഒന്നോ ഒരു വലിയ തക്കാളിയോ അല്ലെങ്കിൽ 2 ചെറിയ തക്കാളിയോ യൂസ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ വരണ്ട് കണ്ടോ. ഇപ്പോൾ എൻ്റെ നിറം കണ്ടോ. ഇനി വെള്ളമാണ് കേട്ടോ, എന്നാലേ അതിന് കുറച്ചുകൂടെ ടേസ്റ്റ് ആവത്തുള്ളൂ. ഞാൻ എന്തായാലും ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടുക. കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച്. അതിൻ്റെ ആ ഒരു ചെറിയൊരു രുചിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കാം. പക്ഷേ ഇതിനകത്തുള്ളൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നില്ലെന്നേ ഉള്ളൂ. ഇത് നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കണം. ഇങ്ങനെ മിനിറ്റ് അനുസരിച്ച് തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അടച്ചു വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താലേ ഇതാവത്തുള്ളൂ. ചിലപ്പോൾ കൈയെടുക്കാതെ നമ്മൾ ഇളക്കുകയാണെങ്കിലുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വഴണ്ട് വരികയും ചെയ്യും. അത് മാത്രമല്ല, ഇങ്ങനെ ആക്കുമ്പോൾ എല്ലാ ഭാഗവും പെട്ടെന്ന് വഴലും. മറ്റേ നമ്മൾ അടച്ചു വെക്കുമ്പോൾ ഒരു സൈഡാവും, പിന്നെ നമ്മൾ അടച്ചു വെച്ച അടുത്ത സൈഡ് കുറച്ചുകൂടി സമയം എടുക്കും. ഇതാകുമ്പോൾ കുറച്ചുകൂടി സ്പീഡിനാവും. അതുകൊണ്ടാണ് അതായത് ഈസിയർ ആയിട്ടുള്ളൊരു കുക്കിംഗ് ആണ്. പക്ഷേ ഇതിനകത്തുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഇളക്കണം. പക്ഷെ ടേസ്റ്റൊക്കെ സൂപ്പറായിരിക്കും. അപ്പോൾ അതിലേക്ക് മഞ്ഞപ്പൊടിയാണ് ഇടുന്നത്. നമ്മൾ മറ്റേതിൽ ആദ്യം വേവിക്കാൻ വെച്ചതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടതുകൊണ്ട് ഇതിൽ കുറച്ച് അധികം ബാക്കി ഇതിലിട്ടിട്ടുള്ളൂ. ഏകദേശം എന്നാലും ഇതും ചെറിയൊരു സ്പൂണോളം ഇട്ടിട്ടുണ്ട്. അടുത്തത് മുളക് പൊടിയാണ്. അത് ഒരു വലിയ 2 സ്പൂണ് മുളക് പൊടിയാണ് ഇടുന്നത്. മുളക് പൊടി ഇട്ടു. ഇനി അടുത്തത് മല്ലിപ്പൊടിയാണ്. അത് നമ്മൾ 3 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത കുരുമുളക് പൊടിയാണ് ഇട്ടിടുന്നത്. അടുത്തത് കറിമസാലപ്പൊടിയാണ്. അതും കുറച്ചിട്ടിട്ടുണ്ട്. ഏകദേശം ഒരു ചെറിയ സ്പൂണോളം കറിമസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം പൊടി ഇടാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് മൂത്ത് പോകാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഞാനിവിടെ ഈ തടിയുടെ ചട്ടുകമാണ് ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ഇളക്കുമ്പോൾ പെട്ടെന്ന് കൈ ചൂടൊന്നും അടിക്കത്തില്ല.
നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി പൊടിയുടെ പച്ചമണം ഒന്ന് മാറാൻ ഒരു മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യും. ഇത് നമ്മൾ നേരത്തെ ഫിസിലടുപ്പിച്ച ബീഫാണ്, വെന്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് തോനെ ഒരുപാടങ്ങ് വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ മസാലയിലേക്ക് ഇടുമ്പോൾ പൊടിഞ്ഞു പോകും. ഇനി നമുക്കിതിനകത്ത് കുറച്ച് നീര് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി തിളപ്പിക്കാം. ഇതിപ്പോൾ കാണുമ്പോൾ നല്ല നിറമായിട്ട് തോന്നുന്നുണ്ടാവും. നമ്മളിതിൽ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചേക്കുന്നത്. നല്ല എരിയും കൺട്രോൾ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നല്ല നിറവും തരും. അതുകൊണ്ടാണ് നമ്മളിത് യൂസ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല നിറമുണ്ട്. ഇതിന് നിറം കുറച്ച് മതിയെന്നുള്ളവർ കുറച്ച് മുളക് പൊടി യൂസ് ചെയ്താൽ മതിയായിരിക്കും. നമ്മൾ ബീഫിൻ്റെ നീര് ഇതിനകത്തേക്ക് ഒഴിച്ചിരുന്നു, പക്ഷേ അതെല്ലാം നന്നായിട്ട് പറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബീഫ് എടുത്ത് ചേർക്കാം. പക്ഷേ അതിനു മുമ്പ് നമ്മൾ നന്നായിട്ട് തീ കുറയ്ക്കണം, അല്ലെങ്കിൽ ബാക്കിയുള്ള വെള്ളം കൂടെ പറ്റിപ്പോകും. ഇനി ഇതിനകത്തേക്കുള്ള ബീഫും നീരുമായിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒഴിക്കാം. ബീഫ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അരപ്പും വെള്ളവും എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കുറച്ച് പറ്റുമ്പോഴത്തേക്ക് നമുക്ക് ഇളക്കാം. ലോ ഫ്ലെയിമിൽ ഇടണം. ലോ ഫ്ലെയിമിൽ ഇട്ടാണ് നമ്മൾ ആദ്യം ഇതിടേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഹൈ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ ആദ്യം ഇട്ട ഉപ്പ് പോരാ, അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇത് തിളയ്ക്കുമ്പോഴത്തേക്കും ആ ഉപ്പും കൂടെ പിടിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആവും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കസ്തൂരി മെത്തി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബീഫ് റോസ്റ്റ് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലായി. നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. തിന്നാൻ വേണ്ടിയിട്ടുള്ള രീതിയിലായിട്ട് എത്തിയിട്ടുണ്ട്. കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് കഴിച്ചിട്ട് അഭിപ്രായം എല്ലാവരും കമൻറ്റ് ചെയ്യണേ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, കാരണം അത്രയ്ക്ക് അടിപൊളിയായൊരു റെസിപ്പിയാണ്.